Hi friends, good morning. ഇന്നത്തെ ക്ലാസ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ഡിസോണർ ഓഫ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഈ രണ്ട് കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്താണ്, പ്രോമിസറി നോട്ട് എന്താണ്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിലെ പാർട്ടീസ് ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു. ആ ക്ലാസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. കാരണം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, അതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് പറയാം. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കിഴിച്ചു വാങ്ങുക അല്ലെങ്കിൽ കുറച്ചു വാങ്ങുക എന്നാണ് ഇവിടെ അർത്ഥം. കിഴിച്ചു വാങ്ങുക അല്ലെങ്കിൽ കുറച്ചു വാങ്ങുക എന്നതാണ്. നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ പോകാം. മിസ്റ്റർ സലീം എന്ന ഒരു കച്ചവടക്കാരൻ 50,000 രൂപയുടെ ഗുഡ്സ് കടമായിട്ട് രാജന് വിറ്റു. എന്നാണ് വിറ്റത്? ഓൺ 1 ജനുവരി 2021. അപ്പോൾ സലീം എന്നൊരു കച്ചവടക്കാരൻ 50,000 രൂപ വിലയുള്ള ഗുഡ്സ് കടമായി രാജന് വിറ്റു. രാജൻ 50,000 രൂപ ആർക്ക് നൽകാനുണ്ട്? സലീമിന് നൽകാനുണ്ട്. അപ്പോൾ സലീം ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി രാജന് അയച്ചു കൊടുത്തു. രാജൻ അത് സ്വീകരിച്ചു. 3 മാസത്തെ ബില്ലിൽ ഒപ്പുവെച്ച് ആർക്ക് തന്നെ തിരിച്ചയച്ചു കൊടുത്തു? സലീമിന് തിരിച്ചയച്ചു കൊടുത്തു. ഇപ്പോൾ ഈ ബില്ല് ആരുടെ കയ്യിലുണ്ട്? സലീമിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ ബില്ലുള്ളത് സലീമിൻ്റെ കയ്യിലാണ്. സലീമിന് രാജൻ ക്യാഷ് കൊടുക്കേണ്ടത് 3 മാസം കഴിയുമ്പോഴാണ്. 3 months ബില്ലാണല്ലോ. 3 മാസം കഴിഞ്ഞിട്ടാണ് രാജൻ സലീമിന് ക്യാഷ് കൊടുക്കേണ്ടത്. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോഴേക്ക് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞപ്പോഴേക്ക് സലീമിന് പെട്ടെന്ന് ക്യാഷ് ആവശ്യമായി വന്നു. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? സലീം ഈ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. അപ്പോൾ സലീമിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് SBI എന്ന ഒരു ബാങ്കിലാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ സലീമിന് ഈ ബില്ല് SBI എന്ന ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഈ ബില്ല് കിഴിച്ചു വാങ്ങാവുന്നതാണ്. കിഴിച്ചു വാങ്ങുമെന്ന് പറഞ്ഞാൽ 50,000 രൂപ ഉണ്ടെങ്കിൽ അത് 3 മാസം കഴിഞ്ഞിട്ടാണ് സലീമിന് കിട്ടുക. പക്ഷേ 2 മാസം നേരത്തെ ഈ ക്യാഷ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് ഒരു നിശ്ചിത തുക ഇൻട്രസ്റ്റ് ആയിട്ട് ആര് പിടിക്കും? ബാങ്ക് സലീമിൽ നിന്ന് ഈടാക്കും. എന്ന് പറഞ്ഞാൽ 50,000 രൂപ ഫുള്ളായിട്ട് ആർക്ക് കിട്ടില്ല? സലീമിന് കിട്ടില്ല. ഒരു 47,000 അല്ലെങ്കിൽ 48,000 രൂപ ആർക്ക് നൽകും? സലീമിന് നൽകും. ബാക്കി 2,000 രൂപ ആരെടുക്കും? ബാങ്ക് എടുക്കും. ഓക്കെ, ഇതിനെയാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോവർക്ക്, അതായത് ബില്ല് ഉണ്ടാക്കിയ ആളിന് പെട്ടെന്ന് ക്യാഷ് ആവശ്യം വന്നാൽ അത് ബാങ്കിൽ നിന്ന് പെട്ടെന്ന് കിഴിച്ചു വാങ്ങാനുള്ള ഒരു സംവിധാനമുണ്ട്. ഇതിനെയാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. ഇവിടെ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദ ഹോൾഡർ ഓഫ് ദ ബിൽ നീഡ്സ് ക്യാഷ്, he can approach the bank for encashment of the bill before the due date. ഡ്യൂ ഡേറ്റ് ആവുന്നതിന് മുൻപേ ഹോൾഡർക്ക്, അതായത് ഡ്രോവർ, ബില്ലുണ്ടാക്കിയ ആളുകൾക്ക് പെട്ടെന്ന് ക്യാഷ് ആവശ്യം വന്നാൽ ബാങ്കിൽ കൊണ്ടുപോയി അത് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റും. ഇതിനെയാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. എങ്ങനെ? അപ്പോൾ ഒരു ഹോൾഡർ, ഇവിടെ ആരാണ് നമ്മളുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ സലീമാണ്. സലീമിന് പെട്ടെന്ന് ക്യാഷ് ആവശ്യം വന്നു. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 4 3 മാസം കഴിഞ്ഞ് 3 ദിവസം നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാ അനുവദിച്ചു കൊടുക്കും. അതിനെ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ 3 ദിവസം കഴിയുമ്പോൾ 4 സലീമിന് രാജൻ ക്യാഷ് കൊടുക്കേണ്ടത്. അപ്പം 1 മാസം കഴിഞ്ഞപ്പോൾ, ജനുവരി കഴിഞ്ഞപ്പോഴേക്ക് സലീമിന് പെട്ടെന്ന് ക്യാഷ് ആവശ്യം വന്നു. അപ്പോൾ ബാങ്കിനെ സമീപിച്ച് ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? ദ ബാങ്ക് ഷാൾ മേക്ക് ദ പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് സം ഇൻട്രസ്റ്റ്. ബാങ്ക് അതിൽ നിന്നൊരു നിശ്ചിത തുക ഡിഡക്റ്റ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. കാൾഡ് ഡിസ്കൗണ്ട് ഇൻ ദിസ് കേസ്. ഇതിനെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള ക്യാഷിൽ നിന്ന് ഫുള്ളായിട്ട് കിട്ടില്ല. ഒരു നിശ്ചിത തുക ആരെടുക്കുന്നു? ബാങ്ക് എടുക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ളത് സലീമിന് നൽകുന്നു. ദ പ്രോസസ് ഓഫ് എൻകാഷിംഗ് ദ ബിൽ വിത്ത് ദ ബാങ്ക് ഈസ് കോൾഡ് ഡിസ്കൗണ്ടിങ് ദ ബിൽ. ദ ബാങ്ക് ഗെറ്റ്സ് ദ എമൗണ്ട് ഫ്രം ദ ഡ്രോയി ഓൺ ദ ഡ്യൂ ഡേറ്റ്. 3 മാസം കഴിയുമ്പോൾ ആർക്ക് തുക ലഭിക്കും? രാജൻ ബാങ്കിന് പണം നൽകുന്നതായിരിക്കും.
ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഡിസ്കൗണ്ടിങ് ഓഫ് ദ ബിൽ എന്ന് പറഞ്ഞാൽ ഹോൾഡർ ചിലപ്പോൾ എൻഡോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രോവർ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. എൻഡോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൾ മാറിയിട്ടുണ്ടാവും. ആരുടെ കയ്യിലാണോ ബില്ലുള്ളത് അവർക്ക് പെട്ടെന്ന് ക്യാഷ് ആവശ്യം വന്നാൽ അത് ബാങ്കിനെ സമീപിച്ച് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാം. ഒരു നിശ്ചിത തുക ബാങ്ക് ഡിഡക്റ്റ് ചെയ്ത് ബാക്കി തുക ആർക്ക് നൽകും? ബാങ്ക് ഡ്രോവർക്ക് നൽകും അല്ലെങ്കിൽ ഹോൾഡർക്ക് നൽകും. അപ്പോൾ നിശ്ചിത തുക ബാങ്ക് എടുത്തതിന് ശേഷം ഇങ്ങനെ ക്യാഷ് നൽകുന്നതിനെയാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും ബുക്കിൽ വരുന്ന, അപ്പോൾ ഇവിടെ ആരൊക്കെയാണുള്ളത്? ഡ്രോവറുണ്ട്, ഡ്രോയും ഉണ്ട്. അപ്പോൾ നമ്മളുടെ എക്സാമ്പിൾ ഡ്രോവർ, ഈ ബില്ലുണ്ടാക്കിയ ആൾ ആരാണ്? സലീമാണ്, മേക്കർ അല്ലെങ്കിൽ ഡ്രോവർ. അപ്പോൾ സലീമിൻ്റെ ബുക്കിൽ ഏതൊക്കെയാണ് ജേണൽ എൻട്രി വരിക? സലീമിൻ്റെ ജേണൽ നോക്കൂ. ഓൺ റിസീവിങ് ദ ബിൽ, രാജൻ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് തിരിച്ചയച്ചു വരുമ്പോൾ എങ്ങനെ വരുന്നത്? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജൻ എന്നാണ് എഴുതുന്നത്. ടു ഡെപ്റ്റർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ടു രാജൻ. അപ്പോൾ രാജൻ്റെ കയ്യിൽ നിന്ന് ബില്ല് കിട്ടി എന്നതിനർത്ഥം. അപ്പോൾ ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി ഓൺ ഡിസ്കൗണ്ടിങ് ദ ബിൽ. രാജൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ബില്ല് എന്ത് ചെയ്യുന്നു? സലീം ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങുന്നു. അപ്പോൾ ജേണൽ എൻട്രി ഇങ്ങനെ വരും: ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. നേരത്തെ കിട്ടിയ ബില്ല് ഇവിടെ ക്യാൻസലാവുന്നു. കാരണം ഇവിടെ ഡെബിറ്റ് ചെയ്തു, ഇവിടെ ക്രെഡിറ്റ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, അതായത് 50,000 രൂപയാണല്ലോ കിട്ടാനുണ്ടായിരുന്നത്. ബാങ്ക് നമുക്ക് നൽകുന്നത് ആർക്ക്? സലീമിന് നൽകുന്നത് ഒരു 45,000 രൂപയാണെങ്കിൽ 45,000 രൂപ ഡിസ്കൗണ്ട് ആരെടുക്കുന്നു? ബാങ്ക് എടുക്കുന്നു. അപ്പോൾ ആ ഡിസ്കൗണ്ട് സലീമിന് നഷ്ടമാണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ 50,000. ഓക്കെ. ഓൺ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് 3 മാസം തികയുമ്പോൾ നോ എൻട്രി ഈസ് റെക്കോർഡഡ് ബിക്കോസ് ദ ബിൽ ബിക്കംസ് ദ പ്രോപ്പർട്ടി ഓഫ് ദി ബാങ്ക്. അപ്പോൾ 3 മാസം കഴിയുമ്പോൾ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് സലീമിന് ഒന്നും റെക്കോർഡ് ചെയ്യാൻ ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈ ബില്ല് ആരുടേതായിട്ട് മാറി? ബാങ്കിൻ്റേതായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ആർക്ക് എൻട്രി ചെയ്യാനുണ്ടാവില്ല? ഡ്രോവർക്ക് ജേണൽ എൻട്രി ഒന്നും എഴുതാനുണ്ടാവില്ല. കാരണം therefore the bank collects the amount of the bill from the acceptor and no journal entry is recorded in the books of the drawer as in the case of endorsement നടത്തിയതുപോലെ. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് നടത്തിയ അതേ എഫക്റ്റ് തന്നെയാണ് ഡിസ്കൗണ്ട് ചെയ്താലും ഉണ്ടാവുക. ഇവിടെ എൻഡോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബില്ല് ആരുടേതായിട്ട് മാറും? ക്രെഡിറ്ററുടേതായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ഡിസ്കൗണ്ട് ചെയ്ത എഫക്റ്റ് ഇവിടെ ഉണ്ടാവുക. ഇനി ഡ്രോയിയുടെ ബുക്കിൽ, അപ്പോൾ അതായത് രാജൻ ബില്ല് അക്സെപ്റ്റ് ചെയ്ത ആളുടെ ബുക്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇയാൾക്കൊരു മാറ്റവും ഉണ്ടാവില്ല. കാരണം ഓൺ അക്സെപ്റ്റിംഗ് ദ ബില്ലിൽ ഒപ്പുവെച്ച് കൊടുക്കുമ്പോൾ ക്രെഡിറ്റർ, ഇവിടെ ആരാണ് ക്രെഡിറ്റർ വന്നത്? സലീമാണ്. സലീം അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ. ഓൺ അക്സെപ്റ്റിംഗ് ദ ബിൽ ഇവിടെ ജേണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, പണം കൊടുക്കാൻ ആർക്കാണ് ഉണ്ടായിരുന്നത്? സലീമിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സലീംസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ. ഓൺ മെച്യൂരിറ്റി ആകുമ്പോൾ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ക്യാഷ് കൊടുത്തു എന്നേ പറയേണ്ടതുള്ളൂ. കാരണം മെച്യൂരിറ്റി ആവുന്ന സമയത്തും ബില്ല് കിട്ടുന്ന സമയത്ത് മാത്രമേ ജേണൽ എൻട്രി എഴുതേണ്ടതുള്ളൂ. ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് ജേണൽ എൻട്രി എഴുതേണ്ടതില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കൂ. സലീം സോൾഡ് ഗുഡ്സ് ഫോർ ₹50,000 ടു രാജൻ ഓൺ ക്രെഡിറ്റ് ഓൺ 1st January 2001. ജനുവരി 1-ാം തീയതി 2021 ജനുവരി 1-ാം തീയതി 50,000 രൂപ വിലയുള്ള ഗുഡ്സ് സലീം രാജന് വിറ്റു. സലീം ഡ്രീവ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അപ്പോൺ രാജൻ ഫോർ സെയിം എമൗണ്ട് ഫോർ 3 months. അന്ന് തന്നെ 3 മാസത്തെ ഒരു ഡ്രാഫ്റ്റ് ആരുണ്ടാക്കി? സലീം ഉണ്ടാക്കി രാജൻ അയച്ചു കൊടുത്തു. രാജൻ അക്സെപ്റ്റഡ് ദ ബിൽ ആൻഡ് റിട്ടേൺ ഇറ്റ് ടു സലീം. രാജൻ അത് സ്വീകരിച്ചു, സലീമിന് തന്നെ തിരിച്ചയച്ചു കൊടുത്തു. ഓക്കെ. രാജൻ മെറ്റ് ഹീസ് അക്സെപ്റ്റൻസ് ഓൺ മെച്യൂരിറ്റി. രാജൻ 3 മാസം കഴിഞ്ഞപ്പോൾ ആ തുക നൽകുകയും ചെയ്തു. ഓൺ 1st February 2021 സലീം ഡിസ്കൗണ്ടഡ് ദ ബിൽ അറ്റ് ₹2,000 ഫ്രം ഹിസ് ബാങ്ക് SBI. അപ്പോൾ ബില്ലുണ്ടാക്കിയത് 1st January-യിലാണ്. ജനുവരി 31 കഴിഞ്ഞു. ഫെബ്രുവരി 1-ാം തീയതി ആയപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോഴേക്ക് സലീമിന് പെട്ടെന്ന് ക്യാഷ് ആവശ്യം വന്നു. സലീം എന്ത് ചെയ്തു? 2,000 രൂപ ഡിസ്കൗണ്ടിൽ ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കിഴിച്ചു വാങ്ങി. 2,000 രൂപ കിഴിച്ചിട്ട് ബാക്കി തുക ആര് വാങ്ങിയെന്നാണ് പറഞ്ഞത്? സലീം വാങ്ങി എന്നാണ് പറഞ്ഞത്.
റെക്കോർഡ് ദ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ബോത്ത് പാർട്ടീസ്. ഇവിടെ ആരൊക്കെയാണ് രണ്ട് പാർട്ടികൾ? ഒന്ന് സലീമാണ്, ഒന്ന് രാജനാണ്. രണ്ടുപേരുടെയും ജേണൽ എൻട്രി, രണ്ടുപേരുടെയും ബുക്കിൽ വരുന്ന ജേണൽ എൻട്രികൾ ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് സലീമിൻ്റെ ബുക്ക്, ഡ്രോവർ സലീം, ജേണൽ ഓഫ് സലീം, സലീമിൻ്റെ ജേണലാണ് ഈ പറയുന്നത്. ഫസ്റ്റ് ഇയാൾ ഗുഡ്സ് വിറ്റു, ജേണൽ എൻട്രി 2021 ജനുവരി 1, രാജൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, സോൾഡ് ഗുഡ്സ് ടു രാജൻ ഓൺ ക്രെഡിറ്റ്, രാജന് ഗുഡ്സ് കടമായിട്ട് വിറ്റു. ഓക്കെ, 50,000. ജനുവരി 1 അന്ന് തന്നെ ഒരു ബില്ലുണ്ടാക്കി, രാജൻ അതിൽ ഒപ്പുവെച്ച് നൽകി. അപ്പോൾ അത് ബില്ല് കിട്ടാനുള്ള ബില്ലാണ്. അതുകൊണ്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജൻ, റിസീവ്ഡ് രാജൻസ് അക്സെപ്റ്റൻസ് ഫോർ 3 months. 3 മാസത്തെ ബില്ലിൽ ആര് ഒപ്പുവെച്ച് നൽകി? രാജൻ ഒപ്പുവെച്ച് നൽകി. അപ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജൻ. ഓക്കെ, ഇനി ഫെബ്രുവരി 1 സലീമിന് പെട്ടെന്ന് ക്യാഷ് ആവശ്യം വന്നപ്പോൾ സലീം ഈ ബില്ല് ബാങ്കിൽ നിന്നും ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങി. അപ്പോൾ SBI ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 48,000, സലീമിന് കിട്ടിയത് 48,000 രൂപയാണ്. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 2,000, ഇത് ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്തെടുക്കുന്നതാണ്. സലീമിന് ഈ തുക നഷ്ടമായതുകൊണ്ട് 2,000 ഡെബിറ്റ് ചെയ്തു. ടു ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഈ ബില്ല് പെട്ടെന്ന് തന്നെ ക്യാഷാക്കി ആര് മാറ്റി? രാജൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ രാജൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ബില്ല് സലീം പെട്ടെന്ന് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങി. ഇതിനെയാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, 2,000 രൂപ ബാങ്ക് എടുത്തു, ബാക്കി 48,000 രൂപ ആർക്ക് നൽകി? 48,000 രൂപ സലീമിന് നൽകി. ഇത്രയാണ് ജേണൽ എൻട്രി സലീമിൻ്റെ ബുക്കിലുണ്ടാവുക. ഇനി രാജൻ്റെ ബുക്കിൽ നോക്കൂ. 2021 ജനുവരി 1 പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സലീം, സലീമിൻ്റെ അടുത്ത് നിന്ന് ഗുഡ്സ് വാങ്ങി ഓൺ ക്രെഡിറ്റ്, 50,000 രൂപ വിലയുള്ള ഗുഡ്സ് കടമായിട്ട് വാങ്ങി. അന്ന് തന്നെ സലീമിൻ്റെ ബില്ലിൽ ഒപ്പുവെച്ച് കൊടുത്തു. അപ്പോൾ സലീംസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ, അക്സെപ്റ്റഡ് ദ ബിൽ ഡ്രോൺ ബൈ സലീം, പേയബിൾ ആഫ്റ്റർ 3 months. 3 മാസത്തെ ബില്ലിൽ ആരും ഒപ്പുവെച്ച് നൽകി? രാജൻ ഒപ്പുവെച്ച് നൽകി. അപ്പോൾ രാജൻ്റെ ബുക്കിൽ എന്താ എഴുതുക? സലീംസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ, ബിൽസ് പേയബിൾ ആണ്, ഇവിടെ കൊടുക്കാനുള്ള ബില്ലായതുകൊണ്ട് ബില്ലിനെ ക്രെഡിറ്റ് ചെയ്തു. ലയബിലിറ്റി ആയതുകൊണ്ട് ബിൽസ് പേയബിളിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, ലയബിലിറ്റി കുറഞ്ഞതുകൊണ്ട് നമ്മൾ ബിൽസ് പേയബിളിനെ അവിടെ ഡെബിറ്റ് ചെയ്യാൻ കാരണം. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, മെച്യൂരിറ്റി ആവുന്ന, അപ്പോൾ ഏപ്രിൽ 4 മെച്യൂരിറ്റി ആവുക എന്ന് പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് 3 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? 3 ദിവസം എക്സ്ട്രാ കൊടുക്കുന്നു. ഇതിനാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 മാസം കഴിഞ്ഞതിന് ശേഷം സലീമിന് രാജൻ ക്യാഷ് കൊടുക്കുന്നു. അതുകൊണ്ട് ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഇത്രയാണ് ജേണൽ എൻട്രി രാജൻ്റെ ബുക്കിൽ വരുന്നത്. ഇനി നമുക്ക് ഡിസോണർ ഓഫ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഡിസ്കൗണ്ടിങ് ആണ്. ഇനി ഡിസോണർ. എന്താണ് ഡിസോണർ എന്ന് പറഞ്ഞാൽ? ഡിസോണർ എന്ന് പറഞ്ഞാൽ വിലയില്ലാതായിട്ട് മാറുക, അത് തള്ളിപ്പോവുക എന്നൊക്കെ നമുക്ക് പറയാം. വിലയില്ലാതായിട്ട് മാറുന്നത് എങ്ങനെയാണ്? നോക്കൂ, വെൻ ദ ഡ്രോയി ഫെയിൽസ് ടു മേക്ക് ദ പേയ്മെൻറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഇറ്റ് ഈസ് കോൾഡ് ഡിസോണർ ഓഫ് ബിൽ. ബില്ലിൻ്റെ തുക കൊടുക്കേണ്ട സമയമാവുമ്പോൾ ഡ്രോയ്ക്ക് പണം കൊടുക്കാൻ കഴിയാതെ വന്നാൽ ബില്ല് ഡിസോണറായി എന്ന് പറയും. വിലയില്ലാതായിട്ട് മാറി, ചെക്ക് മടങ്ങി എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ ഡിസോണറായി, ബില്ല് ഡിസോണർ ആവുക എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഡ്രോയി ആരായിരുന്നു? നമ്മൾ എക്സാമ്പിളിൽ രാജൻ ഡ്രോയി 3 മാസം കഴിഞ്ഞപ്പോൾ ഈ 50,000 രൂപ സലീമിന് കൊടുക്കാൻ ആർക്ക് കഴിയാതെ വന്നു? രാജന് കഴിയാതെ വന്നു. അപ്പോൾ രാജൻ ഫെയിലായി. അപ്പോൾ ഇങ്ങനെ 3 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബില്ലിൻ്റെ സമയം കഴിഞ്ഞിട്ട് തുക കൊടുക്കാൻ കഴിയാതെ വന്നാൽ ഇതിനെയാണ് ഡിസോണർ ഓഫ് ബിൽ എന്ന് പറയുക. ബില്ലിൻ്റെ മെച്യൂരിറ്റി ആകുന്ന സമയത്ത് ഡ്രോയ്ക്ക് ക്യാഷ് കൊടുക്കാൻ കഴിയാതെ വരിക, ഡ്രോയി എന്തായി മാറുക? ഇൻസോൾവൻ്റ് ആയിട്ട് മാറുക. ഇതിനെയാണ് ഡിസോണർ ഓഫ് ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മേ പ്രിഫറബിളി ടു ബി ഗോട്ട് നോട്ടഡ് ബൈ ദ നോട്ടറി പബ്ലിക്. ഇത് ചെക്ക് ചെയ്തിട്ട് ഇത് പരിശോധിക്കുന്നത് ആരാണ്? നോട്ടറി പബ്ലിക്കാണ്. അപ്പോൾ ഇങ്ങനെ ചെക്ക് ഡിസോണറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബില്ല് ഡിസോണറായി കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? നോട്ടറി പബ്ലിക്കിനാണ്. ആരാണ് ഈ നോട്ടറി പബ്ലിക്? നോട്ടറി പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക അഡ്വക്കേറ്റാണ്. നോട്ടറി പബ്ലിക്കിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ
കോടതിയോ ആണ്. കുറച്ച് കാലത്തേക്ക് കോടതിയോ ഗവൺമെൻറ്റോ നിശ്ചയിക്കുന്ന വക്കീലാണ് നോട്ടറി പബ്ലിക് എന്ന് പറയുന്നത്. ഇവരാണ് ഇതിൽ നോക്കി ഈ ബില്ലിൻ്റെ ഓതൻറ്റിക്കേഷൻ നടത്തുന്നത്. നോട്ടിംഗ് ഓതൻറ്റിക്കേറ്റ്സ് ദ ഫാക്റ്റ് ഓഫ് ഡിസോണർ, അതായത് റീസൺസ് ഓഫ് ഡിസോണർ. ഡിസോണർ ആവാനുള്ള കാരണങ്ങൾ ചെക്ക് ചെയ്ത് അത് സമർപ്പിക്കപ്പെടുന്നത് ആരാണ്? ചെക്ക് ചെയ്യുന്നത് ആരാണ്? നോട്ടറി പബ്ലിക് ആയിരിക്കും. അപ്പോൾ ഈ നോട്ടറി പബ്ലിക് ഫോർ പ്രൊവൈഡിങ് ദിസ് സർവീസ് എ ഫീസ് ഈസ് ചാർജ്ഡ് ബൈ ദ നോട്ടറി പബ്ലിക് വിച്ച് ഈസ് കോൾഡ് നോട്ടിംഗ് ചാർജ്. അപ്പോൾ ഇത് പരിശോധിച്ച് ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കും? ഇത് പരിശോധിക്കുന്ന ആരായിരിക്കും? നോട്ടറി പബ്ലിക് ആയിരിക്കും. ആ നോട്ടറി പബ്ലിക് ഇത് പരിശോധിക്കുന്നതിനുള്ള, ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഫീസ് നമ്മൾ ഈടാക്കും. ഇതിനെയാണ് നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഡ്രോയി കറക്റ്റ് സമയത്ത് പൈസ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു, ഡ്രോയ്ക്ക് പൈസ കൊടുക്കാൻ കഴിയാത്ത, ക്യാഷ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ ഇതിനെയാണ് ഡിസോണർ ആവുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിസോണറായ ബില്ല് നോട്ടറി പബ്ലിക്കിനെയാണ് സമീപിക്കേണ്ടത്. ബില്ലുമായിട്ട് സമീപിക്കേണ്ടത് നോട്ടറി പബ്ലിക്കാണ്. അപ്പോൾ നോട്ടറി പബ്ലിക് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കോടതിയോ കുറച്ച് കാലത്തേക്ക് നിയമിക്കുന്ന വക്കീലാണ്. ഈ വക്കീലിന് നമ്മൾ ഇത് പരിശോധിക്കുന്നതിനുള്ള ചാർജ് കൊടുക്കണം. ഇതിനെയാണ് നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. ഇനി രണ്ടുപേരുടെയും, ഡ്രോയുടെയും ഡ്രോയുടെയും അക്കൗണ്ടുകൾ, അവരുടെ ജേണൽ ഏതൊക്കെയാണെന്ന് നോക്കാം. The entries recorded for noting charges in the drawer's book are as follows. അപ്പോൾ ആദ്യം ഡ്രോവർ എന്ന് പറയുന്നത് ആരാണ്? സലീമാണെന്ന് വിചാരിച്ചു. അപ്പോൾ സലീമിന് 3 മാസം കഴിയുമ്പോൾ രാജൻ ക്യാഷ് കൊടുക്കണം. രാജൻ അത് കൊടുക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ ചില എൻട്രി ഇങ്ങനെ വരും, നോട്ടിംഗ് ചാർജ് കൊടുക്കുന്നത് ഡ്രോവറാണ്. അപ്പോൾ ഡ്രോവർ 3 മാസം കഴിഞ്ഞിട്ട് ഇയാൾക്ക് ക്യാഷ് കിട്ടിയില്ല. ഡ്രോവർക്ക്, അതായത് സലീമിന് 3 മാസം കഴിഞ്ഞപ്പോൾ ക്യാഷ് കിട്ടിയില്ലെങ്കിൽ സലീം എന്ത് ചെയ്യും? ഈ ബില്ലുമായി നോട്ടറി പബ്ലിക്കിനെ സമീപിക്കും. എന്നിട്ട് നോട്ടറി പബ്ലിക്കിന് കൊടുക്കുന്ന ക്യാഷ്, ഇതിനെയാണ് നമ്മൾ നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോയിസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് സലീം എഴുതുക. ഇനി ഈ സലീം എന്ത് ചെയ്തിരുന്നു? മറ്റൊരാൾക്ക് ഇത് എൻഡോസ് ചെയ്തിരുന്നു. വേർ എൻഡോസി പേസ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സലീം ഈ ബില്ല് ജോൺ എന്നൊരാൾക്ക് മറ്റൊരാൾക്ക് കൈമാറിയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ ഡ്രോയിസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എൻഡോസി. ഡ്രോയി എന്ന് പറയുന്നത് ആരാണ്? ഡ്രോയി എന്ന് പറയുന്നത് രാജനാണ്. രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു എൻഡോസി. ആരാണ് എൻഡോസി? ടു ജോൺ എന്നാണ് വരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഡ്രോയി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിസോണർ ഓഫ് ദ ബിൽ. ഡ്രോയി ആണ്, അതായത് രാജനാണ് ബില്ല് ഡിസോണർ ആവാൻ കാരണം. അതുകൊണ്ട് അയാളാണ് നോട്ടിംഗ് ചാർജ് കൊടുക്കേണ്ടത്. അപ്പോൾ ആര് കൊടുത്താലും, ഹൂ സോ എവർ പേസ്, ചിലപ്പോൾ ഡ്രോവർ അല്പം കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ എൻഡോസി കൊടുക്കേണ്ടി വരും. ഡ്രോവറോ അല്ലെങ്കിൽ എൻഡോസിയോ കൊടുക്കേണ്ടി വരും. ഇവിടെ പറഞ്ഞു ഡ്രോവർ ഓർ എൻഡോസി. അപ്പോൾ ഡ്രോവറോ എൻഡോസിയോ കൊടുത്താലും ഇവർ രണ്ടിൽ ആര് കൊടുത്താലും എന്ത് ചെയ്യേണ്ടി വരും? അവസാനം ഡ്രോയി തന്നെ ഇത് നൽകേണ്ടി വരും. ഇവിടെ രാജനാണ് ഡ്രോയി, കാരണം ബില്ല് ഡിസോണർ ആവാൻ കാരണം ഡ്രോയി ആണ്. അതുകൊണ്ട് ആ ബില്ലിൻ്റെ ചെലവ്, ദീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നോട്ടിംഗ് ചാർജ് നൽകേണ്ടത് ഡ്രോയി തന്നെയാണ് എന്ന് ഓർത്തിരിക്കുക. നമുക്കൊരു എക്സാമ്പിളിലൂടെ പോവാം. സലീം സോൾഡ് ഗുഡ്സ് ഫോർ ₹50,000 ടു രാജൻ ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഡ്രീവ് എ ബിൽ അപ്പോൺ ഹിം on January 1st, 2021, payable after 3 months. On maturity, the bill was dishonored and ₹100 were paid by the holder of the bill as noting charges. The journal entries will be recorded in the books of Salim and Rajan as given below under the following circumstances. ഇവിടെ സലീം ഒരു ബില്ല് സ്വീകരിച്ചു. ആരിൽ നിന്ന്? രാജനിൽ നിന്നൊരു ബില്ല് സ്വീകരിച്ചു. മെച്യൂരിറ്റി ആയ സമയത്ത് രാജൻ ക്യാഷ് കൊടുത്തില്ല. അപ്പോൾ 2 കേസ് നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന്, വെൻ ദ ബിൽ വാസ് കെപ്റ്റ് ബൈ സലീം ടിൽ മെച്യൂരിറ്റി. ഒന്നാമത്തെ കേസിൽ ഈ ബില്ല് സലീം സ്വന്തം കയ്യിൽ തന്നെ വെച്ചു. മെച്യൂരിറ്റി ആവുന്നത് വരെ സലീമിൻ്റെ കയ്യിൽ തന്നെയാണ് ഈ ബില്ലുള്ളത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സലീം, വെൻ ദ ബിൽ വാസ് എൻഡോസ്ഡ് ബൈ സലീം in favor of his creditor Mr. John on 1st January 2021.
അപ്പോൾ ഒന്നാമത്തെ കേസിൽ സലീം അയാളുടെ കയ്യിൽ തന്നെ വെച്ചു, കെപ്റ്റ് ബൈ സലീം ടിൽ മെച്യൂരിറ്റി. രണ്ടാമത്തെ കേസിൽ ജനുവരി 1 തീയതി എന്ത് ചെയ്തു, ഇത് മറ്റൊരാൾക്ക് എൻഡോസ് ചെയ്തു. എൻഡോസ് ചെയ്ത് ആർക്കാണ്? ജോണിന് ഇതങ്ങ് നൽകി, എൻഡോസ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് കേസിലും എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ് നോക്കൂ, ഒന്നുകൂടെ പറയാം. സലീം എന്ന ഒരാൾ 50,000 രൂപ വിലയുള്ള ഗുഡ്സ് രാജന് വിറ്റു. രാജൻ സലീം ഉണ്ടാക്കിയ ഡ്രാഫ്റ്റിൽ ഒപ്പുവെച്ച് സലീമിന് തന്നെ നൽകി. ഇപ്പോൾ രാജൻ ഒപ്പുവെച്ച ബില്ല് ആരുടെ കയ്യിലാണുള്ളത്? സലീമിൻ്റെ കയ്യിലാണ് ഈ ബില്ലുള്ളത്. സലീം എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ കേസിൽ സലീം 3 മാസം തികയുന്നത് വരെ ഇയാൾ തന്നെ ഈ ബില്ല് ഇയാൾ തന്നെ സൂക്ഷിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കേസ് നോക്കൂ. വെൻ ദ ബിൽ വാസ് റിട്ടേൺഡ് ടിൽ ഇറ്റ്സ് മെച്യൂരിറ്റി ആവുന്നത് വരെ സലീം ഈ ബില്ല് സൂക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി സലീമിൻ്റെ ബുക്കിൽ നമുക്ക് നോക്കാം. ബുക്സ് ഓഫ് സലീം അല്ലെങ്കിൽ ജേണൽ ഓഫ് സലീം. സലീമിൻ്റെ ജേണൽ എന്തായിരിക്കും? ഫസ്റ്റ്, ഗുഡ്സ് വിൽക്കുന്നു. രാജൻ അക്കൗണ്ട് അപ്റ്റർ ടു സെൽ സോൾഡ് ഗുഡ്സ് ടു രാജൻ ഓൺ ക്രെഡിറ്റ്. കടമായി രാജന് ഗുഡ്സ് വിറ്റു എന്നാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി, 50,000. ഓക്കെ. അതേ ദിവസം തന്നെ രാജൻ ഒപ്പുവെച്ച് ബില്ലിൽ ഒപ്പുവെച്ച് നൽകുന്നു. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ്റ്റർ ടു രാജൻ. ഇവിടെ രാജൻ ക്യാഷ് ആയിരുന്നു തരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു രാജൻ എന്ന് എഴുതിയാൽ മതി. അതിന് പകരം ബിൽസ് റിസീവബിൾ, ബില്ലിൽ ഒപ്പുവെച്ച് തരുന്നു. അതുകൊണ്ട് ബിൽസ് റിസീവബിൾ അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ്റ്റർ ടു രാജൻ ഒരു ബില്ലിൽ ഒപ്പുവെച്ച് തന്നു. റിസീവ്ഡ് രാജൻസ് അക്സെപ്റ്റൻസ്. ഓക്കെ, 50,000. ഇനി 3 മാസം വരെ ഇയാൾ എന്ത് ചെയ്താണ്? ഇത് മെച്യൂരിറ്റി ആവുന്നത് വരെ ഇയാൾ സൂക്ഷിച്ചു. സലീം തന്നെ സൂക്ഷിച്ചതാണ്. അപ്പോൾ സലീമിൻ്റെ ബുക്കിൽ എന്ത് എഴുതും? 3 മാസം കഴിഞ്ഞപ്പോൾ ഈ ബില്ല് എന്തായി മാറി? ഡിസോണറായി. അപ്പോൾ എന്താ ചെയ്യുക? ഏപ്രിൽ 4 എന്ന് പറയുന്നത് ഡേയ്സ് ഓഫ് ഗ്രേസ് അടക്കമാണ്, ഇളവ് ദിനം അടക്കം. 3 ദിവസം എക്സ്ട്രാ കൊടുക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ രാജൻസ് അക്കൗണ്ട് അപ്റ്റർ ടു ബിൽസ് റിസീവബിൾ ടു ക്യാഷ്. ഇവിടെ രാജൻ വീണ്ടും വരാൻ കാരണം എന്താണ്? രാജൻ നമുക്കൊരു അസറ്റായിട്ട് മാറി എന്ന് പറഞ്ഞാൽ രാജൻ വീണ്ടും തരാനുണ്ട്, ക്യാഷ് തരാനായിട്ട് മാറി. ഇതുവരെ തരാനില്ലായിരുന്നു, കാരണം ബില്ലിൽ ഒപ്പുവെച്ച് തന്നു. ഇവിടെ രാജൻ്റെ ബില്ല് തരുന്നതോടുകൂടി രാജൻ നമുക്ക് ക്ലോസ് ആയി പോയിരുന്നു. വീണ്ടും ഈ രാജൻ തന്നെ വരുന്നു, ഈ ബില്ല് ക്യാൻസൽ ചെയ്തു പോകുന്നു. കാണുന്നുണ്ടോ? ഓക്കെ. ഇവിടെ ജനുവരി 1 തീയതി രാജൻ നമുക്ക് ഇവിടെ ക്യാൻസലായി പോയി, ബിൽസ് റിസീവബിൾ ആയിട്ട് മാറി. ആ ബിൽസ് റിസീവബിൾ പോയി എന്ത് വന്നു? വീണ്ടും രാജൻ തന്നെ വന്നു. രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ 50,100 ടു ബിൽസ് റിസീവബിൾ 50,000 ടു ക്യാഷ് 100. ഇവിടെ ഈ നോട്ടിംഗ് ചാർജ് ആര് നൽകിയതാണ്? സലീം കൊടുത്തതാണ്. അതുകൊണ്ടാണ് ടു ക്യാഷ് എന്ന് പറയാൻ കാരണം 100. ഓക്കെ. ബിൽസ് റിസീവബിൾ 50,000 ടു രാജൻ 50,100. അപ്പോൾ രാജനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? രാജൻ 50,100 രൂപ ഇപ്പോൾ സലീമിന് ഇങ്ങോട്ട് നൽകണം. ഓക്കെ. ഇത്രയും ജേണൽ എൻട്രിയാണ് സലീമിൻ്റെ ബുക്കിൽ വരുന്നത്. ഇനി രാജൻ്റെ ബുക്കിലേക്ക് നമുക്ക് നോക്കാം. ജേണൽ ഓഫ് രാജൻ. ഫസ്റ്റ്, ജനുവരി 1 തീയതി പർച്ചേസസ് അക്കൗണ്ട് അപ്റ്റർ ടു സലീം. പർച്ചേസ് ഗുഡ്സ് ഫ്രം സലീം ഓൺ ക്രെഡിറ്റ്. സലീമിൻ്റെ കയ്യിൽ നിന്നും ഗുഡ്സ് കടമായിട്ട് വാങ്ങി 50,000 രൂപ. ഓക്കെ. അന്ന് തന്നെ സലീമിൻ്റെ ബില്ലിൽ ഒപ്പുവെച്ച് കൊടുത്തു. സലീംസ് അക്കൗണ്ട് അപ്റ്റർ ടു ബിൽസ് പേയബിൾ. സലീമിൻ്റെ ബില്ലിൽ ഒപ്പുവെച്ച് കൊടുത്തു. സലീമിൻ്റെ ബില്ലിൽ ഒപ്പുവെച്ച് കൊടുത്തപ്പോൾ എങ്ങനെ ജേണൽ എൻട്രി വരും? സലീംസ് അക്കൗണ്ട് അപ്റ്റർ ടു ബിൽസ് പേയബിൾ. അക്സെപ്റ്റഡ് സലീംസ് ഡ്രാഫ്റ്റ് 50,000. ഇനി ആ ദിവസമാകുമ്പോൾ മെച്യൂരിറ്റി ആവുന്നത് എന്താണ്? 3 മാസം കഴിഞ്ഞ് 3 ദിവസം എക്സ്ട്രാ കൊടുക്കും. അതാണ് ഏപ്രിൽ 4 എന്ന് വരാൻ കാരണം. ഓക്കെ. അപ്പോൾ ബിൽസ് പേയബിൾ അക്കൗണ്ട് അപ്റ്റർ 50,000, നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് അപ്റ്റർ 100 ടു സലീം അക്കൗണ്ട് 50,100. ഇങ്ങനെ വരാൻ കാരണം എന്താണ്? നോട്ടിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ രാജനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് നോട്ടിംഗ് ചാർജിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ. രാജൻ എന്ത് ചെയ്യണം? നോട്ടിംഗ് ചാർജ് ഡെബിറ്റ് ചെയ്യണം. കാരണം ഇതൊരു ലോസോ അല്ലെങ്കിൽ എക്സ്പെൻസോ ആണ്. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 50,000, നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സലീം 50,100. ഇങ്ങനെയാണ് വരിക. ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ് നോക്കൂ. വെൻ ദ ബിൽ വാസ് എൻഡോസ്ഡ് ബൈ സലീം ഇൻ ഫേവർ ഓഫ് ഹിസ് ക്രെഡിറ്റർ ജോൺ. സലീം ഈ ബില്ല് എന്ത് ചെയ്തിരുന്നു? രാജനിൽ നിന്ന് കിട്ടിയ ബില്ല് ജോൺ എന്ന മറ്റൊരാൾക്ക്, ജോണിന് ഇയാൾ ക്യാഷ് കൊടുക്കാണ്ടായിരുന്നു. ആര്? സലീം ജോണിന് ക്യാഷ് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഈ ബില്ല് ആർക്കങ്ങ് കൈമാറി? സലീം ജോണിന് കൈമാറി. അതാണ് എൻഡോസ്ഡ് ബൈ സലീം ഇൻ ഫേവർ ഓഫ് ഹിസ് ക്രെഡിറ്റർ ജോൺ. ജോണിന് കൈമാറി. അപ്പോൾ ഒന്നുകൂടെ പറയാം. 50,000 രൂപ വിലയുള്ള ഗുഡ്സ് രാജന് വിറ്റു. രാജൻ ബില്ലിൽ ഒപ്പുവെച്ചു. ആർക്ക് നൽകി? സലീമിന് നൽകി. ഇപ്പോൾ സലീം എന്ത് ചെയ്തു? ആ ബില്ല് ഇയാളുടെ ക്രെഡിറ്ററായ ജോൺ എന്ന മറ്റൊരാൾക്ക് കൈമാറി. ഇതിനാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ.
അപ്പോൾ സലീമിൻ്റെ ബില്ല് ആരുടെ കയ്യിലാണുള്ളത്? ജോണിൻ്റെ കയ്യിലാണുള്ളത് എന്ന് ഓർത്തിരിക്കുക. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോൾ ജോണിൻ്റെ കയ്യിലുള്ള ബില്ല് എന്തായി മാറി? ഡിസോണറായിട്ട് മാറി. അപ്പോൾ ജേണൽ എൻട്രി സലീമിൻ്റെ ബുക്കിൽ എങ്ങനെ വരും, രാജൻ്റെ ബുക്കിൽ എങ്ങനെ വരും നോക്കാം. ബുക്സ് ഓഫ് സലീം. ഫസ്റ്റ് ഇയാൾ എന്ത് ചെയ്തു? ഗുഡ്സ് വിറ്റു. രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് 50,000. രാജൻ ബില്ലിൽ ഒപ്പുവെച്ച് വന്നു. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജൻ. പിന്നെ ഈ ബില്ല് എൻഡോഴ്സ് ചെയ്തു. ആർക്ക്? ജോൺ എന്നൊരാൾക്ക് സലീം എൻഡോഴ്സ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെല്ലേണ്ടി വരും, ജോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ഈ കിട്ടിയ ബില്ല് ഇതാ ഇവിടെ 1-ാം തീയതി കിട്ടിയ ബില്ല് ഇവിടെ ക്യാൻസലായിട്ട് പോകുന്നു, കാരണം അത് ജോണിൻ്റെ കയ്യിലേക്ക് പോയി. ജോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ജോണിന് ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു 50,000, അതിന് പകരം ഈ ബില്ല് അങ്ങ് ആർക്ക് കൊടുത്തു? ജോണിന് കൊടുത്തു. അപ്പോൾ ജോൺസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ റുപ്പീസ് 50,000. ഓക്കെ. പക്ഷേ ഏപ്രിൽ 4 അന്ന് മെച്യൂരിറ്റി ഡേറ്റ് ആണ്. ആ ദിവസം രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോൺസ് അക്കൗണ്ട്. ജോണിന് വീണ്ടും വന്നു, കാരണം ലാബിലിറ്റി ആയിക്കൊണ്ട് വന്നു. രാജൻ എന്ന അസറ്റ് വീണ്ടും വന്നു. ഓക്കെ. രാജൻ നേരത്തെ ക്യാൻസലായി പോയിരുന്നു ഇവിടെ ബില്ല് കിട്ടിയതോടുകൂടി. ആ രാജൻ വീണ്ടും വന്നു. നമ്മൾ ഇവിടെ ജോണിനെ ഡെബിറ്റ് ചെയ്തിരുന്നു, കാരണം അയാൾക്ക് ക്യാഷ് കൊടുത്തതുകൊണ്ട് പിന്നെ ആ ലാബിലിറ്റി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മളിവിടെ ക്യാൻസൽ ചെയ്തിരുന്നു. അത് വീണ്ടും വന്നു ടു ജോൺ. ഓക്കെ. അപ്പോൾ രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോൺസ് അക്കൗണ്ട് 50,100. ഇങ്ങനെയാണ് സലീമിൻ്റെ ബുക്കിൽ വരുന്നത്. ഇനി രാജൻ്റെ ബുക്കിൽ അതേ എൻട്രി, നേരത്തെ വന്ന അതേ എൻട്രി തന്നെയാണ് ഇയാളുടെ ഈ ഒരു ഇതിലും വരുന്നത്, കാരണം ഇയാൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഫസ്റ്റ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സലീം, രണ്ടാമത് സലീംസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേബിൾ, മൂന്നാമത്തത് ബിൽസ് പേബിൾ അക്കൗണ്ട് ഡെപ്റ്റർ നോട്ടിംഗ് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സലീം. ഇവിടെ ഇയാൾക്ക് രാജൻ നോട്ടിംഗ് ചാർജ് എന്നുള്ളത് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഇതിനെ ഡെബിറ്റ് ചെയ്തു എന്ന് ഓർക്കുക. ഓക്കെ. ഇനി ഇതുവരെ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും പറഞ്ഞ 4 കേസുകൾ നോക്കാം. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ജേണൽ എൻട്രി. ഫസ്റ്റ്, when the drawer retains the bill with him till the date of maturity and gets collected on maturity. ഡ്രോവർ നമ്മുടെ ബുക്കിൽ സലീമാണ്. സലീം ഈ ഒരു ബില്ല് 3 മാസത്തെയോ അല്ലെങ്കിൽ 2 മാസത്തെയോ ബില്ല് അത് അയാൾ മെച്യൂരിറ്റി ആവുന്നത് വരെ അയാൾ സൂക്ഷിക്കുന്നു. മെച്യൂരിറ്റി ആയതിനു ശേഷം അയാൾ ക്യാഷ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ജേണൽ എൻട്രി 3 ജേണൽ എൻട്രികൾ നോക്കൂ. രണ്ടുപേരുടെയും ഇപ്പോൾ ഫസ്റ്റ് ക്രെഡിറ്റർ ആരാണ്? ഇവിടെ സലീമാണ്. ക്രെഡിറ്റർ ഇവിടെ സലീമാണ്. അപ്പോൾ സലീമിൻ്റെ ബുക്ക് എന്ന് ഓർക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗുഡ്സ് വിൽക്കുന്നു, സെയിൽ അല്ലെങ്കിൽ പർച്ചേസ്. അവിടെ സലീം ഗുഡ്സ് വിൽക്കുകയാണ്. അപ്പോൾ എന്ത് വരുന്നു? ഇവിടെ രാജൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്ന് വരുന്നു. ഇവിടെ ഡെപ്റ്റർ എന്ന ആരാണ്? രാജനാണ്. ഓക്കെ, ഓർത്തിരിക്കുക, രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഗുഡ്സ് വിറ്റു. പിന്നെ ആ ബില്ല് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ആർക്ക് അയച്ചു കൊടുക്കുന്നു? സലീം രാജൻ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ രാജൻ അതിൽ ഒപ്പുവെച്ച് തിരിച്ച് നമുക്ക് അയച്ചു തരും. അപ്പോൾ ജേണൽ എങ്ങനെ വരും? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റർ. ഇവിടെ രാജനാണ്. അപ്പോൾ ഇവിടെയുള്ള ഡെപ്റ്റർ രാജൻ ഇവിടെ എന്തായി? ക്യാൻസൽ ചെയ്തു പോയി. ഓക്കെ, ബില്ലിൽ ഒപ്പുവെച്ച് കിട്ടി. പിന്നെ കളക്ഷൻ ഓഫ് ദ ബിൽ, അത് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ക്യാഷ് ആയിട്ട് മാറുന്നു. ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ആ ചെക്ക് എന്തായിട്ട് ആ ബില്ല് എന്തായിട്ട് മാറി? ക്യാഷ് ആയിട്ട് മാറി. ഇനി ബുക്സ് ഓഫ് ഡെപ്റ്റർ രാജൻ്റെ ബുക്കിൽ എങ്ങനെ വരും? രാജൻ്റെ ബുക്കിൽ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ കളക്ഷൻ ഓഫ് ദ ബിൽ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് സലീമിന് ആ ക്യാഷ് കിട്ടുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ഇനി ബുക്സ് ഓഫ് ഡെപ്റ്റർ ആരുടെ ബുക്ക്? രാജൻ്റെ ബുക്കിലേക്ക് നമുക്ക് നോക്കാം. രാജൻ ആദ്യം ഗുഡ്സ് വാങ്ങുന്നു. ഇവിടെ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് രാജൻ. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റർ ഇവിടെ സലീമാണ്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സലീം എന്നാണ് വരേണ്ടത്. സലീമിൻ്റെ ബില്ലിൽ ഒപ്പുവെച്ച് കൊടുക്കുന്നു. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേബിൾ. ഇവിടെ സലീമാണ്. സലീംസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേബിൾ. ഇനി ആ മൂന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബിൽസ് പേബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഇവിടെ ബില്ലിൽ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ക്യാഷ് കൊടുക്കുന്നു. ഇതാണ് ഫസ്റ്റ് കേസിൽ വരുന്നത്. രണ്ടാമത്തെ കേസ് നോക്കൂ. when the bill is retained by the drawer with him and sent to bank for collection a few days before maturity. മെച്യൂരിറ്റി ആവുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഈ ബില്ല് കളക്ഷന് വേണ്ടി ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുന്നു ഡ്രോവർ. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും? അപ്പം ഈ ക്രെഡിറ്റർ പിന്നെ എന്ത് ചെയ്യുന്നു? ഈ ബില്ല് കളക്ഷന് വേണ്ടി ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുന്നു. അവിടെയാണ് മാറ്റം. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ഫസ്റ്റ് ഇയാൾ ഗുഡ്സ് വിൽക്കുന്നു, സെയിൽ. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്.
ഇവിടെ രാജനാണ്, രാജൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്ന് വരുന്നു. രാജൻ ഒപ്പ് വെച്ചിരുന്നു. അപ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജൻ. ഇനി ഈ ബില്ല് ഇപ്പോൾ മെച്യൂരിറ്റി ആവുന്നത് 3 മാസം കഴിയുമ്പോഴാണല്ലോ. അപ്പോൾ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ബാക്കിയുള്ളപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു, ഇത് ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ഇത് ക്യാഷായിട്ട് മാറിയിട്ടില്ല, അതുകൊണ്ടാണ് സെൻഡ് ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ കളക്ഷന് വേണ്ടി ബാങ്കിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഈ ബില്ല് എന്തായിട്ട് മാറണം, ഇനി ക്യാഷായിട്ട് മാറണം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് അത് എന്തായിട്ട് മാറി, ബാങ്ക് നമുക്ക് നിർദ്ദേശം തന്നു, സലീമിന് നിർദ്ദേശം തന്നു, എന്ത് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്തിട്ടുണ്ട്. ഓൺ റിസീവിങ് ഫ്രം ദി ബാങ്ക് അഡ്വൈസ് ദാറ്റ് ദ ബിൽ ഹാസ് ബീൻ കളക്റ്റഡ്. ചെക്കല്ല, ഇവിടെ ബില്ലാണ്. ബില്ല് കളക്ട് ചെയ്തു എന്ന് ഇൻഫർമേഷൻ ബാങ്ക് ആർക്ക് നൽകി, സലീമിന് നൽകി. അപ്പോൾ ജലൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. ആ ബില്ല് സെൻഡ് ചെയ്ത ബില്ല് കാശായിട്ട് മാറിയതാണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് വരുന്നത്. ഓക്കെ. അതേസമയം ഇയാളുടെ ജലൻട്രിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. കളക്ഷന് വേണ്ടി സെൻഡ് ചെയ്ത സമയത്ത് ഇയാളുടെ ജലൻട്രിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം പർച്ചേസ് ചെയ്തു, ബില്ലിൽ ഒപ്പുവെച്ച് കൊടുത്തു, മെച്യൂരിറ്റി ആയപ്പോൾ ക്യാഷ് കൊടുത്തു. ഇനി മൂന്നാമത്തെ കേസ് നോക്കൂ. കേസ് 3, വെൻ ദ ഡ്രോവർ ഗെറ്റ്സ് ദ ബിൽ ഡിസ്കൗണ്ടഡ് ഫ്രം ദ ബാങ്ക്. ഇവിടെ ഡ്രോവർ എന്ത് ചെയ്തു, ബില്ലുണ്ടാക്കിയ ആൾ സലീം എന്ത് ചെയ്തു, ഇത് ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങി. പെട്ടെന്ന് തന്നെ ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങി. അയാൾക്ക് പെട്ടെന്ന് ക്യാഷ് ആവശ്യം വന്നപ്പോൾ ബാങ്കിൽ നിന്നും ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങി. അപ്പോൾ ജലൻട്രി ഇങ്ങനെ വരും, ആദ്യത്തേത് ഗുഡ്സ് വിറ്റു, രണ്ടാമത്തേത് ബില്ലിൽ രാജൻ ഒപ്പുവെച്ച് തന്നു, ബില്ലായി മാറി. ഈ ബില്ല് പെട്ടെന്ന് ഇയാൾ ക്യാഷാക്കി മാറ്റി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. അവസാനം മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ഇയാളുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ബില്ല് ആരുടേതായിട്ട് മാറിയിട്ടുണ്ട്, ബാങ്കിൻ്റെതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇയാളുടെ ബുക്ക് ആരാണ് ഇവിടെ, ഡെപ്റ്റർ ആരാണ്, രാജൻ്റെ ബുക്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, അയാളുടെ കയ്യിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റർ, ഇവിടെ ഗുഡ്സ് വാങ്ങി, ബില്ലിൽ ഒപ്പ് വെച്ച് കൊടുത്തു. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ. ഇത് ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ ഇയാൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. മെച്യൂരിറ്റി ആവുന്ന സമയത്ത് രാജൻ ക്യാഷ് കൊടുക്കുന്നു. അപ്പോൾ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഇനി നാലാമത്തെ കേസ് നോക്കൂ. കേസ് 4, വെൻ ദ ബിൽ എൻഡോസ്ഡ് ബൈ ദ ഡ്രോവർ ടു ഹിസ് ക്രെഡിറ്റർ. ഈ ഡ്രോവർ എന്ന് പറയുന്നത് സലീമാണ്. സലീം എന്ത് ചെയ്തു, ഈ ബില്ല് ആർക്ക് കൈമാറി, ഇയാളുടെ ക്രെഡിറ്റർ മറ്റൊരാൾക്ക് ഇത് കൈമാറി. അപ്പോൾ ഇവിടെ കൈമാറുന്ന ഒരു ജലൻട്രിയാണ് മാറ്റം ഉണ്ടാവുക. നോക്കൂ, ഫസ്റ്റ് ഇയാൾ ഗുഡ്സ് വിറ്റു, ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. പിന്നെ ബില്ല് കിട്ടി, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്ററിൽ നിന്ന്, അതായത് രാജനിൽ നിന്ന് ഒരു ബില്ല് കിട്ടി, അയാൾ ഒപ്പുവെച്ച് തന്നു എന്നാണ് അർത്ഥം. പിന്നെ ഈ ബില്ല് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. നമ്മുടെ കേസിൽ ഒരു ജോണിനാണ് ഇയാൾ എന്ത് ചെയ്തത്, കൈമാറിയത്. അപ്പോൾ ജോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ. ഈ ബില്ല് ജോണിന് കൈമാറി. ഇനി മെച്യൂരിറ്റി ആവുന്ന സമയത്ത് നോ ജേർണൽ. മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ഇയാൾ ജേർണൽ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഈ ബില്ല് ഇത് ബാങ്കിൻ്റെതായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ആരുടെ കയ്യിലില്ല, ഇനി ബാങ്കിൻ്റെതല്ല, ക്രെഡിറ്ററുടേതായിട്ട് മാറി. ആരാണ് ഇവിടെ ക്രെഡിറ്റർ, ഇവിടെ ക്രെഡിറ്റർ ജോണാണ്. അപ്പോൾ ജോണിൻ്റെതായിട്ട് മാറിയിട്ടുണ്ട് ഈ ബില്ല്. ഇനി എന്ത് ചെയ്യേണ്ടതില്ല, ഈ ബില്ല് ഒന്നും ചെയ്യേണ്ടതില്ല, ഇയാളുടെ ജേർണൽ എൻട്രി കഴിഞ്ഞു. ഇവിടെ ജേർണൽ എൻട്രി ഒന്നും ഉണ്ടാവില്ല. ഒന്നും കൂടെ പറയാം. ഇയാൾ ബില്ല് ഒരു ഗുഡ്സ് വിറ്റു, ബില്ലിൽ ഒപ്പുവെച്ച് കിട്ടി. ഇതാർക്ക് കൈമാറി, ഇയാളുടെ ജോൺ എന്ന് പറഞ്ഞ മറ്റൊരു ക്രെഡിറ്റർക്ക് കൈമാറി എന്ന് ഓർക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റർക്ക് കൈമാറി. ഇതോടുകൂടി ഇയാളുടെ ബില്ലുമായിട്ടുള്ള എല്ലാ ഇടപാടും കഴിഞ്ഞു. മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ഇയാൾക്ക് പ്രത്യേക ജേർണൽ എൻട്രി ഒന്നും ഉണ്ടാവില്ല. ഇനി ഇയാളുടേതിലൊരു മാറ്റം ഉണ്ടാവില്ല, ഡെപ്റ്ററുടേതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം പർച്ചേസ് ചെയ്തു, ഗുഡ്സ് വാങ്ങി, ബില്ലിൽ ഒപ്പുവെച്ച് കൊടുത്തു, ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത സമയത്തോ അല്ലെങ്കിൽ എൻഡേഴ്സ് ചെയ്ത സമയത്തോ ഇയാൾക്കൊരു മാറ്റം ഉണ്ടാവില്ല. അവസാനം മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ഇയാൾ ക്യാഷ് കൊടുക്കുന്നു. ഇതാണ് 4 കേസിലും ജേർണൽ എൻട്രി വരുന്നത്. ഡ്രോവറുടെ കേസിലാണ് മാറ്റങ്ങൾ വരുന്നത്. ഡ്രോയുടേതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്ന് ഓർക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.